ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4 ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LST വേഴ്സസ് DC എന്നുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ്. അതുപോലെ തന്നെ ഏകദേശം ബാറ്റിംഗ് ഓർഡറും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടെ ക്ലിയർ കട്ട് ഓഫ് ഐഡിയ കിട്ടും. ഓൾറെഡി നമ്മൾ DC വേഴ്സസ് LST എന്നുള്ള മത്സരത്തിൻ്റെ ഒരു ഫുൾ പ്രിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് സ്പെഷ്യൽ ടിപ്സും അതുപോലെ തന്നെ ഡ്രീം ഇലവൻ കളിക്കാൻ അറിയാത്തവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. സിമ്പിൾ പോയിന്റ്സ് വൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഒരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം. അപ്പോൾ ഈ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇടുന്നത്. സോ മസ്റ്റായിട്ട് തന്നെ ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മത്സരത്തിലോട്ട് കിടക്കുമ്പോൾ നമ്മുടെ DC വേഴ്സസ് LST തമ്മിലുള്ള മത്സരം നടക്കുന്നത് മറ്റെവിടെയല്ല, നമ്മുടെ ഡൽഹിയുടെ തന്നെ ഹോം ഗ്രൗണ്ടായ വിശാഖപട്ടണത്തിലെ RS രാജശേഖര റെഡ്ഡി സ്റ്റേഡിയത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ മത്സരം നടക്കുന്നത് മാർച്ച് 24-ാം തീയതി കൃത്യം 7:30 തന്നെയാണ്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം, മറ്റേ ഓഫർ ഉണ്ടോ, ഏതാ 100% റീഫണ്ട് കിട്ടുന്നത്. ഇപ്പോൾ 49 രൂപ ഇട്ടതിന് 49 രൂപ തന്നെ കിട്ടുന്ന പരിപാടി അതില്ല. 3 മത്സരങ്ങളെ ആദ്യം ഡ്രീം ഇലവൻ കൊടുത്തുള്ളൂ. ഇനി കൊടുക്കുമെന്ന് അറിയില്ല. കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മത്സരം നടക്കുന്നത് അവിടെയാണ്. പിന്നെ മത്സരം 4ാമത്തെ മത്സരമാണ് നടക്കുന്നത്. റീസെൻ്റ് ഇന്നലത്തെ മത്സരം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല അടിച്ച് കളിയാണ്, മുട്ടിക്കളിയൊന്നുമില്ല. കണ്ടില്ലേ? ഈ ഒരു പിച്ചിനെ പറ്റി പറയുമ്പോൾ ബാറ്റിങ്ങിനാണ് കൂടുതൽ സപ്പോർട്ടായിട്ടുള്ളത്. കൂടുതലും ഫേവേഴ്സ് കിട്ടുന്നത് ബാറ്റിങ്ങിനാണ്. ഓക്കെ, ദെൻ പേസ് ബോളേഴ്സിനും ഇനീഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ ഡെത്ത് ഓവർ ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. സ്പിൻ ബോളേഴ്സിനും ചില സമയങ്ങളിൽ ക്രൂഷ്യലായി മാറാറുണ്ട്. ഇപ്പോൾ സ്പിൻ ബോളേഴ്സ് എപ്പോഴാണ് ബോൾ ചെയ്യുക, ഒരു 6 ഓവറിന് കഴിഞ്ഞ് ഒരു 16ാമത്തെ ഓവറിൻ്റെ ഗ്യാപ്പിനിടയിൽ മിനിമം ഒരു 8 ഓവറെങ്കിലും മിനിമം സ്പിൻ ബോളേഴ്സ് ചെയ്യും. സോ അവർക്കിവിടെ വിക്കറ്റ് വീഴാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കോറിനെ പറ്റി, ഈ ഒരു ടോട്ടൽ ഇവിടെ 10 മത്സരങ്ങളാണെന്നുണ്ട്. അതിൽ 7 എണ്ണം ഫസ്റ്റ് ബൗളിംഗ് ചെയ്ത ടീമാണ് വിൻ ചെയ്തിട്ടുള്ളത്. മാക്സിമം ആവറേജ് സ്കോർ 150-165ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കൂടുതലും ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീമല്ല, സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീമാണ് വിൻ ചെയ്യുന്നത്. എന്നാൽ ഓവറോൾ IPLൻ്റെ കണക്കെടുക്കുമ്പോൾ 15 മത്സരങ്ങളിൽ 8 എണ്ണം ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീമും 7 എണ്ണം സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീമുമാണ്. പക്ഷേ അതിലൊന്നും കാര്യമൊക്കെ കണ്ട കൂടുതലും സെക്കൻഡ് ബാറ്റിംഗ് ആണ് പ്രോബബിലിറ്റി കൂടുതൽ. ഓക്കെ, കീ പ്ലെയേഴ്സും സ്റ്റാറ്റ്സൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ നിക്കോളസ് പൂറനെ പറ്റിയാണ്. അദ്ദേഹം എഗെയിൻസ്റ്റ് DC ആയിട്ട് അദ്ദേഹം 221 റൺസ് എടുത്തിട്ടുണ്ട്. അതും വെറും 7 ഇന്നിങ്സിലാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ നിങ്ങൾക്ക് കണക്കാക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു 30-40 ആ ഒരു റേഞ്ചിൽ അദ്ദേഹത്തിന് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. ഇതിന് അതുപോലെ തന്നെ ഡേവിഡ് മില്ലറാണ് 21 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് DC ആയിട്ട് കളിച്ചിട്ടുണ്ട്. അതിൽ 499 റൺസ് എടുത്തിട്ടുണ്ട്. രവി ബിഷ്ണോയാണ് അടുത്തായിട്ട് കീ പ്ലെയർ ആയിട്ട് പറയാനുള്ളത്. കാരണം അദ്ദേഹം എഗെയിൻസ്റ്റ് DC ആയിട്ട് 9 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് 8 ഇന്നിങ്സിലൂടെ. അതുപോലെ തന്നെ കീ പ്ലെയേഴ്സ് ഈ ഒരു മത്സരത്തിൽ എനിക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഫാഫ് ഡു പ്ലിസിയാണ്. ഓക്കെ, പിന്നെ അഭിഷേക് പോരലാണ്, പിന്നെ മിച്ചൽ സ്റ്റാർക്കാണ്. നമ്മുടെ ഡൽഹിത്തെ കീ പ്ലെയേഴ്സിനെ പറ്റി പറയണം. മുന്നേ പറഞ്ഞാൽ നമ്മുടെ LSTത്തെ കീ പ്ലെയേഴ്സാണ്. ഡൽഹിത്തെ ഫാഫ് ഡു പ്ലിസി, അഭിഷേക് പോരൽ, മിച്ചൽ സ്റ്റാർക്ക്. ഡു പ്ലിസി ആണെങ്കിൽ 5 ഇന്നിങ്സ് കളിച്ച് 59 റൺസ് പെർ മാച്ച് ആവറേജ് കണക്കാക്കുന്നുണ്ട്. പിന്നെ അഭിഷേക് പോരലിനാണെങ്കിലും 1 ഇന്നിങ്സ് കളിച്ച് 58 റൺസ് ആവറേജ് ഉണ്ട്. മിച്ചൽ സ്റ്റാർക്കിനാണെങ്കിലും 2 ഇന്നിങ്സ് കളിച്ച് 4 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുമ്പോൾ കൂടുതലും വിൻ ചെയ്തത് DC തന്നെയാണ്. 5 മത്സരത്തിൽ 3 എണ്ണം DC, 2 എണ്ണം LST ആണ് വിൻ ചെയ്തിട്ടുള്ളത്. പ്രോബബിലി കളിക്കാൻ ചാൻസ് ഉള്ള 11 പേരെ പറ്റി നോക്കാം. ഏകദേശം ഇത് തന്നെയായിരിക്കും അവരുടെ ബാറ്റിംഗ് ഓർഡറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ടീം മെമ്പേഴ്സിനെ പറ്റിയാണ്. ആദ്യം തന്നെ ജെയ്ക്ക് ഫ്രൻസറാണ്. അദ്ദേഹവും KL രാഹുലായിരിക്കും കൂടുതൽ ഓപ്പണിംഗ് വരിക. മേ ബി ഡുപ്ലസി വരാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അത് ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് അവർ ആ ഒരു സമയത്ത് തീരുമാനിക്കുന്ന പോലെ ഈ 3 പേരിൽ ആരെങ്കിലും 2 പേരായിരിക്കും ഓപ്പണിംഗ് വരുന്നത്. ദെൻ അഭിഷേക് പോരലായിരിക്കും 1 ഡൗൺ ആയിട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ അസ്തർ പട്ടേൽ വരും. അതിനുശേഷം ട്രിസ്റ്റൻ സ്റ്റബ്സ്, ദെൻ മിച്ചൽ സ്റ്റാർക്ക്, കുൽദീപ് യാദവ്, മുകേഷ് കുമാർ, മോഹിത് ശർമ്മ, ടി നട്രാജൻ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ 4 ഓവേഴ്സ് കൺഫേം ആയിട്ട് കിട്ടുന്നത് ആരൊക്കെ എന്ന് ചോദിച്ചാൽ ടി നട്രാജൻ, ദെൻ മോഹിത് ശർമ്മ, മുകേഷ് കുമാർ, പിന്നെ മിച്ചൽ സ്റ്റാർക്ക്. ഈ ഒരു 4 പേർക്ക് 4 ഓവർ കൺഫേം ആയിട്ട് കിട്ടും. പിന്നെ അസ്തർ പട്ടേലും കുൽദീപ് യാദവും കുറച്ച് മിക്സ് ചെയ്തെറിയും. അതുപോലെ തന്നെ ഈ പറഞ്ഞ 4 ഓവേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞ ബൗളേഴ്സിൽ കൂടുതൽ റൺസ് കൊടുക്കുകയാണെങ്കിൽ 1-2 ഓവർ കുറയാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ടി നട്രാജൻ്റെയും അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കും കൺഫേം ആയിട്ട് 4 ഓവർ കിട്ടുന്ന പ്ലെയേഴ്സ് തന്നെയാണ് കേട്ടോ. ദെൻ അതുപോലെ തന്നെ മോഹിത് ശർമ്മയാണെങ്കിലും കൂടുതൽ വിക്കറ്റ് ടേക്കർ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. സോ അദ്ദേഹത്തിനും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അദ്ദേഹം ഒരു 10-12 ഓവറും ചെയ്യുന്ന ഒരു പ്ലെയർ കൂടെയാണ്. ദെൻ ചിലപ്പോൾ ഫസ്റ്റ്
ഓവറിൽ ഫസ്റ്റ് ആ ഒരു പവർ പ്ലേന് ശേഷവും ഒരു 8ാമത്തെയും 9ാമത്തെയും ഓവേഴ്സൊക്കെ അദ്ദേഹം ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ലക്നോയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഋഷഭ് പന്താണ് ഫസ്റ്റ് ബാറ്റിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ ആദ്യം മാർക്കം വരുന്നുണ്ട്, അതുപോലെ തന്നെ മിച്ചൽ മാർഷ് വരുന്നുണ്ട്, നിക്കോളസ് പൂറൻ വരുന്നുണ്ട്, ആയുഷ് ബദോനി വരുന്നുണ്ട്, അബ്ദുൾ സമാദ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ, ഷബാസ് അഹമ്മദ്, അതുപോലെ തന്നെ രവി ബിഷ്ണോയ്, ഷർദുൽ താക്കൂർ, ആകാശ് സിംഗ്, ഇത്രയും പേരാണുള്ളത്. ഇതിൽ മെയിനായിട്ട് ഓവേഴ്സ് കിട്ടാൻ ചാൻസുള്ള നമ്മുടെ ഷർദുൽ താക്കൂറിന് തീർച്ചയായിട്ടും കിട്ടും. അതുപോലെ തന്നെ ആകാശ് സിംഗിനും കിട്ടും. തീർച്ചയായിട്ടും ഇവർ രണ്ടുപേർക്ക് കിട്ടും. മിച്ചൽ സ്റ്റാർക്ക് വരികയാണെങ്കിൽ മിച്ചൽ സ്റ്റാർക്കിന് എന്തായാലും ഈ 3 പേർക്ക് 4 ഓവർ കൺഫേം ആണ്. പിന്നെ സ്പിന്നേഴ്സായിട്ട് നമ്മുടെ അബ്ദുൾ സമാദ് ഉണ്ട്, ദെൻ ആയുഷ് ബദോനി ഉണ്ട്, രവി ബിഷ്ണോയ് ഉണ്ട്, ഷബാസ് അഹമ്മദ് ഉണ്ട്. ഇത്രയും പേര് സ്പിന്നേഴ്സും ആയിട്ടും ഉണ്ട് കേട്ടോ. 2 ടീമിൽ അത്യാവശ്യം സ്പിന്നേഴ്സ് ഉണ്ട്. നമ്മുടെ ഇപ്പുറത്തെ ടീമിൽ സ്പിന്നേഴ്സായിട്ട് ട്രിസ്റ്റൻ സ്റ്റബ്സ് മേ ബി ബോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അസ്തർ പട്ടേൽ, കുൽദീപ് യാദവ്, 3 സ്പിന്നേഴ്സാണ് ഇരു ടീമുകളിലുള്ളത്. മറ്റേ ടീമിൽ നമ്മുടെ ലക്നൌവിലാണെങ്കിൽ 4 സ്പിന്നേഴ്സ് വരെ ബോൾ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കിഡിലൻ ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. ആദ്യം തന്നെ പറയാനുള്ളത് മൈ മാസ്റ്റർ 11 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ പ്രത്യേകത ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നൊരു മത്സരമാണ് നമ്മുടെ ചെന്നൈ വേഴ്സസ് മുംബൈ എന്നുള്ളത്. അപ്പോൾ ഇവിടെ കോൺടസ്റ്റ് എത്ര രൂപയാണ് നോക്കി, 1 രൂപയാണ്. കണ്ടല്ലേ, ഞാൻ എൻ്റെ ടീം സെലക്ട് ചെയ്ത് ജോയിൻ കൊടുത്തു. എനിക്കിവിടെ 1 രൂപ കൂടെ ആവുന്നില്ല, കാരണം എൻ്റെ കുറച്ച് ഡിസ്കൗണ്ട് ബോണസ് ഉണ്ട്. നിങ്ങൾ നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ 200 രൂപ ബോണസ് കിട്ടും. ഈ ബോണസ് വെച്ചിട്ട് കണ്ടില്ലേ, 1 രൂപയുടെ കോൺടസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ 1 രൂപ കൂടെ കൊടുക്കേണ്ടി വരുന്നില്ല, കാരണം അത്രയും പൈസ കമ്മിയായിട്ടാണ് നമുക്ക് മെഗയൊക്കെ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ദെൻ അതുപോലെ തന്നെ ഇവർ ഡെയിലി ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, 10,000 രൂപയുടെ ഗീവേ ആണ്. ഇതാ കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ ഒരു ടീം ഇട്ടിട്ട് ഇതാ ഫ്രീ എന്നാണ് കണ്ട്, ഇതോ ജസ്റ്റ് ഒന്ന് കൊടുത്തു, ഫ്രീ. 1 രൂപ എനിക്ക് ചിലവില്ല. അത് 10,000 അല്ല, 1 ലക്ഷമാണ് കേട്ടോ. സോറി, എൻ്റെ മിസ്റ്റേക്കാണ്. 1 ലക്ഷം രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഗെയിം കൊടുക്കുന്നത്. ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ 20,000, സെക്കൻഡ് വന്നാൽ 10,000, പിന്നെ 5,000, അങ്ങനെയൊക്കെയാണ് പ്രൈസ് റേഞ്ച് പോകുന്നത്. നല്ല രീതിക്ക് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എനിക്ക് പ്രത്യേകിച്ച് ഉപയോഗമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ ബെനിഫിറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ 5 രൂപയ്ക്കുള്ള കോൺടസ്റ്റുകളും ഡിസ്കൗണ്ട് കോൺടസ്റ്റുകളും അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. നമ്മളെ ഡ്രീം 11 കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ ക്യാഷ് കുറവുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കുബേര ഫാൻറ്റസി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. കാരണം നമ്മുടെ ഡ്രീം 11 എത്രയോ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ് നമ്മുടെ കുബേര ഫാൻറ്റസി. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷൻ കൂടി ഉണ്ട് ഇതിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ഡ്യൂ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് 2 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഹെഡ് 2 ഉണ്ട്, ഹെഡ് 3 ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കളിക്കാൻ പറ്റും. 5 പ്ലെയേഴ്സ് ഉണ്ട്, രോഹിത് ശർമ്മ, റിക്സൺ, ദെൻ അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ്, ഗെയ്ക്വാഡ്, ദെൻ തിലക് വർമ്മ, ഇങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസിൽ ആരാണോ അവർ ജസ്റ്റ് നമ്മൾ പിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോണൻറ്റ് ഒരാളെ പിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത ആളെ കൂടുതൽ പോയിന്റ്സ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് വിൻ ആവാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കിഡിലൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ട്. കണ്ടില്ല, ഞാൻ ചുമ്മാ അതിൽ ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കോൺടെസ്റ്റൊക്കെ കളിക്കാറുണ്ട്. 39 രൂപയ്ക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് തന്നെ നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടീം ഇട്ട് നോക്കാം. ഫസ്റ്റ് വന്ന ഒരു 5,000 കിട്ടും. നമുക്ക് ഇല്ലെങ്കിൽ 39 തിരിച്ചിട്ട് നമുക്ക് വലിയ നഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. മസ്റ്റായിട്ട് നമ്മുടെ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഫോക്കസ് 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കാരണം നമ്മുടെ ഡ്രീം 11 കൂടുതൽ വിന്നിംഗ് പെർസെൻറ്റേജ് 80% വിന്നിംഗ് ചാൻസസ് ഉള്ള ഒരു കിഡിലൻ ഫീച്ചറുള്ള ആപ്ലിക്കേഷനാണ്. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ബോണസും കാര്യങ്ങളൊക്കെ ഈ ഒരു എല്ലാ ആപ്ലിക്കേഷനിലും കിട്ടും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻസിലൊക്കെ TDS ഫ്രീ ആണ്. TDS പ്ലസ് GST ഫ്രീ ആണ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന പൈസ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനത്തെ കിഡിലൻ ഓപ്ഷൻസ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അതുപോലെ തന്നെ ഈ ചോയ്സ് 11 ആണെങ്കിലും ഇതിലും ഡെയിലി ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഒരു ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. നമ്മുടെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇട്ട്. അതുപോലെ തന്നെ XL11 തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അതുപോലെ തന്നെ എൻട്രി ഫീസ് കുറവുള്ള കുറേ പണ്ടില്ലേ 3 രൂപയ്ക്ക് ജോയിൻ ചെയ്തതിന് 50 രൂപ കിട്ടും. അതായത് 3 രൂപയ്ക്ക് 10 പേര് എന്തോ കളിക്കും, 10 പേരെ സംതിങ് എന്തോ ആണ്, 20 ടീം കളിക്കും. ഫസ്റ്റ് വന്നതിന് 50 രൂപ, പിന്നെ 6 രൂപയ്ക്ക് കളിക്കും. 20 ടീം കളിക്കും, ഫസ്റ്റ് വന്നാൽ 100 രൂപ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കോൺടെസ്റ്റിൽ ഒരുപാട് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, മസ്റ്റ് ആയിട്ട് തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിവ്യൂയിലോട്ട് വന്നത് ഇത്രയും പേരാണ് കളിക്കാൻ ചാൻസ് ഉള്ള. ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം കൂടെ നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏകദേശം കുഴപ്പമില്ലാത്ത ഒരു പ്രിവ്യൂ ടീം ഞാൻ തരാം. ഇതിപ്പോൾ റിസ്ക് ആണോ സേഫ് ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്നില്ലേ?
ഏകദേശം സേഫും അല്ല, ഒന്നാമത് റിസ്ക്കും അല്ല, അങ്ങനത്തെ ഒരു ടീം ഞാൻ തരാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ വേറൊരു വീഡിയോന് വേണ്ടി നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പോയിന്റ്സ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണെന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. മെയിനായിട്ട് ഇപ്പോൾ നല്ല ഫോമിൽ നിൽക്കുന്ന പ്ലെയേഴ്സ് ആരാ, കൂടുതൽ ഓപ്പോസിറ്റ് ബാറ്റ് ചെയ്തിട്ടും ബോൾ ചെയ്തിട്ടും കൂടുതൽ റൺസ് എടുക്കാറുള്ള ആരാ, അപ്പോൾ അവരെയൊക്കെ ജസ്റ്റ് ഒന്ന് എടുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്പിന്നിൻ്റെ ഇവിടെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ സ്പിൻ ബോളേഴ്സ് ആയിട്ടുള്ള ആയുഷ് പദുനി അതുപോലെ തന്നെ കുൽദീപ് യാദവ് രണ്ടുപേരും നന്നായി സ്പിൻ ചെയ്യുന്ന ബോളേഴ്സ് അല്ലേ, അപ്പോൾ അവരെ നമുക്ക് ടീമിലോട്ട് എടുക്കാം. തന്നെ ഓൾറൗണ്ടേഴ്സിലോട്ട് വന്നതിന് ഇവിടെ 2 സ്പിന്നേഴ്സിൻ്റെ അർഷദ് പട്ടേലും അതുപോലെ തന്നെ മാർക്കോണ്ട്, ഇവർ രണ്ടും ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ കൂടിയാണ്, നമുക്ക് അവരെയും ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ടോപ്പിൽ വരുന്ന 2-3 പേര് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ റെക്കോർഡ്സിൽ നല്ല ഇതുള്ള ഒരാളാണ് ഫാഫ് ടു പ്ലിസി. മിച്ചൽ മാർഷിനെ എടുക്കുന്ന സമയത്ത് ബോളിംഗ് കൂടെ അദ്ദേഹം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡ്യുവൽ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഫ്രൈസർ ഈ ഒരു പുള്ളി ഫസ്റ്റ് ഓപ്പണിംഗ് വരുന്നതുകൊണ്ട് നമുക്കും അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ KL രാഹുൽ ഓപ്പണിംഗ് ആണ്, ഋഷഭ് പന്ത് ക്യാപ്റ്റൻ, അതുപോലെ തന്നെ നിക്കോളസ് പൂറൻ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ പ്ലസ് വിക്കറ്റ് കീപ്പർ കൂടെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ പോയിന്റ്സ് കൂടെ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഒരു ഫാസ്റ്റ് ബോളർ നിങ്ങൾക്ക് ആരുടെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കുക. അതിപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ടീം, ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ഒരു രീതിക്കാണ് നമ്മൾ ടീം ഇട്ടത്. ഇതിൽ ക്യാപ്റ്റൻ VC എന്തായാലും ഡുവൽ അഡ്വാൻറ്റേജിലുള്ള ഒരാൾ ക്യാപ്റ്റൻ കൊടുക്കാം. നമുക്ക് അസ്തർ പട്ടേൽ എന്തായാലും ബാറ്റിംഗ് ചെയ്യും ബോളിംഗ് ചെയ്യും, ഏതെങ്കിലും ഒരു വഴിക്ക് നമുക്ക് പോയിന്റ്സോ കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നിക്കോളസ് പൂറിനെ വേണമെങ്കിൽ കൊടുക്കാം, വിക്കറ്റ് കീപ്പിംഗ് വഴി നമുക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് റിസ്ക് കുറയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മിച്ചൽ മാർഷിനെ കൊടുക്കാം, കാരണം അദ്ദേഹം ബോളിംഗ് ചെയ്യും ബാറ്റിംഗ് ചെയ്യും. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് കളിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ടീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. KL രാഹുൽ, നിക്കോളസ് പൂറൻ, ഋഷഭ് പന്ത്, അതുപോലെ തന്നെ മിച്ചൽ മാർഷ്, ഫാഫ് ടു പ്ലിസി, ഫ്രൈ ജെൻസർ, അതുപോലെ തന്നെ നമ്മുടെ അസ്തർ പട്ടേൽ, മാർക്കം, സ്റ്റാർക്ക്, കുൽദീപ് യാദവ്, വിഷ്ണു, ഇങ്ങനെ ഒരു ടീം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിഡിലെ ഫീച്ചേഴ്സൊക്കെ ഉള്ള ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രിവ്യൂ ടീം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വന്നാൽ നിങ്ങൾക്ക് കൂടുതൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവിടെ വന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ മസ്റ്റായിട്ട് കയറാൻ ശ്രമിക്കുക നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയാം, കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള റീപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോയെ പറ്റി എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അഭിപ്രായം പങ്കുവെക്കാവുന്നതാണ്. ഗുഡ് ബൈ ഫ്രണ്ട്സ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.